ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിക്കും. കാരണം എന്താണെന്നല്ലേ? വളരെ സിമ്പിളാണ്. അത് പറയുന്നതിന് മുൻപായി ഇന്നലെ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി.ജെ.പി. RSSന്റെ യഥാർത്ഥ മുഖം, അവർക്ക് സ്ത്രീകളോടുള്ള മനോഭാവം, അതൊക്കെ പുറത്തു വന്നിരിക്കുന്നു. നമുക്കൊരു വീഡിയോ കാണാം. കേട്ടില്ലേ? ടി.ജി. മോഹൻദാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബി.ജെ.പി. RSS. അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം കേട്ടില്ലേ? അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. ഇയാളെന്താ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണോ ഇയാളെ? അല്ല. അയാളുടെ ചിരിയും അതുപോലെ അവിടുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഇയാൾ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തപ്പോൾ പോലീസ് നൈസായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യപ്പെട്ട സമരം ചെയ്തപ്പോൾ പിടിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇയാൾ ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കുട്ടികൾ സമരം ചെയ്യാൻ പോയത് ബലാത്സംഗം ചെയ്യാനാണെന്നും അവരെ വെടിവെച്ച് കൊല്ലണമെന്നും പറഞ്ഞ ടി.ജി. മോഹൻദാസ് ജയ് വിളിച്ച് ബി.ജെ.പി. മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക, ഇത്രയേ പറയാനുള്ളൂ. ശരിയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രസ്താവന പറഞ്ഞ ആളെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ആരായിരുന്നാലും ശരിയാണോ? ഇനി ഇയാളുടെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ ഏതെല്ലാം നോക്കാം. ഒന്ന് BNS 192 കലാപാഹ്വാനം, അതുപോലെ 353(1)B BNS വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കൽ, അതുപോലെ BNS 79 സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതുപോലെ 120 KP ആക്ട് ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറുക. അങ്ങനെ 4ഓളം കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിട്ടുള്ളത്. എല്ലാം 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റങ്ങളാണ്. ഇപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേണ്ണം രംഗത്ത് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ശ്യാമപ്രസാദ്, ചാനൽ ചർച്ചയിൽ വലത് നിരീക്ഷകൻ. എവിടുത്തെ നിരീക്ഷകനാണാവോ? ബലാത്സംഗം ആഹ്വാനം ആവർത്തിച്ച് ഹിന്ദുത്വവാദികൾ. ഇയാൾ പറയുന്നത് എന്നെ അങ്ങനെ ചെയ്യൂ എന്ന് പെൺകുട്ടികൾ പറയുന്നു. ടി.ജി. ആകെപ്പാടെ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് ഈ സമരത്തിന്റെ ഭാഗമായ പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ് എന്നല്ലേ? എത്ര ലളിതമായിട്ടാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് കാര്യം ഇവിടെ പറയുന്നത്. ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ? ഇയാൾ മാത്രമല്ല, ഇയാളെ പോലെ കുറെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജനം ടി വി ഇപ്പോൾ ടി.ജിയെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടി.ജി. മോഹൻദാസിനെ വേട്ടയാടി പോലീസ് ആണോ കുഞ്ഞെ? കസ്റ്റഡിയിലെടുത്തത് പാറ്റ സമരത്തിനെതിരായ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. പ്രതിഷേധം ആര് ചെയ്യുമെന്ന് നമുക്കറിയാം. ബി.ജെ.പിയും RSSും തന്നെയാണ് ചെയ്യുക, വേറെ ആരും ചെയ്യില്ല. അതായത് മനസ്സിൽ ഒരു തരി നന്മയുള്ള ഒരാളും ഇവനെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ എന്താണ് പാറ്റ സമരത്തിനെതിരായ പരാമർശം? അത്ര ലളിതമാക്കി അയാൾ ചെയ്തിട്ടുള്ള ആ ഒരു കുറ്റം, അയാൾ പറഞ്ഞിട്ടുള്ള കാര്യം അത്രയും ലളിതമാക്കി പറഞ്ഞു. അതായത് കുറച്ചു കഴിഞ്ഞാൽ ഇവർ പറയും ടി.ജി. മോഹൻദാസ് വലിയവനാണ്, മഹാനാണ്, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവന്മാര് പറയും. അതുപോലുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോഴും ടി.ജി. മോഹൻദാസിന്റെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാൻ നടപടി, മറ്റേക്ക് കത്ത് നൽകുമെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇയാൾക്ക് ജാമ്യം കിട്ടുമോ? ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്നല്ലേ? ഇത് കേട്ടു നോക്കൂ. പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെ മോഹൻദാസിനെ തിരുവനന്തപുരം ACJM കോടതിയിൽ ഹാജരാക്കും. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകേണ്ട എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. സൈബർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും K അരുൺകുമാർ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. 353 മാത്രമാണ് അല്പമെങ്കിലും ഗൗരവമായിട്ടുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് എന്ന് പറയുന്നത്. ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം നിലപാടെടുക്കുന്ന ഏത് പശ്ചാത്തലത്തിലാണ്, എന്തൊക്കെ പ്രതീക്ഷിക്കണമെന്ന്? അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ തീരുമാനിച്ചില്ല. പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്ന് പറഞ്ഞ കാര്യം, ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായം മാത്രമല്ല, ഈ ഒരാഴ്ച കൊണ്ട് അന്വേഷണ സംഘം പറയുന്നത് ഈ അറസ്റ്റിലോ അന്വേഷണത്തിലോ വീഴ്ച വരുത്തിയതല്ല. ഒരു സൈബർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ട എല്ലാ തെളിവുകളും ഈ മോഹൻദാസിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട്. ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വിദ്വേഷ പ്രസംഗം ഇട്ടതിന് ശേഷവും അദ്ദേഹം അത് പിൻവലിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അത് മാപ്പ് പറയാനോ ഒന്നും തയ്യാറായില്ല. അപ്പോൾ ഗൂഗിളിൽ നിന്നും
ഒക്കെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അപ്ലോഡിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ സൈബർ വിവരങ്ങളും എല്ലാം ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് കഴിഞ്ഞതിനാൽ തൽക്കാലത്തേക്ക് ഒരു കസ്റ്റഡി അപേക്ഷ കൊടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. പക്ഷേ അന്വേഷണ ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കസ്റ്റഡി അപേക്ഷ വേണ്ടി വന്നാൽ കൊടുക്കും. പക്ഷേ അത് ഇന്ന് സമർപ്പിക്കില്ല എന്നതാണ് ഒരു തീരുമാനമുള്ളത്. അദ്ദേഹത്തെ ഇന്നലെ 1:30 മണിയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്നും ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന PTCയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. 11 മണിയോടുകൂടി ഈ സൈബർ പോലീസ് സ്റ്റേഷന്റെ ജുഡീഷ്യൽ പരിധി എന്ന് പറയുന്നത് ACGM കോടതിയാണ്. തിരുവനന്തപുരം ACGM കോടതിയിൽ അദ്ദേഹത്തിനെ 11 മണിയോടുകൂടി ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനം. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഓക്കെ, ഒന്നാമത് കസ്റ്റഡിയിൽ വേണ്ട എന്നൊരു കാര്യമാണ്. രണ്ടാമത്തേത് അയാളുടെ പ്രായം, അതൊരു പ്രശ്നം തന്നെയാണ്. ഇയാളുടെ പ്രായം കണക്കിലെടുത്ത് ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇയാളുടെ പ്രായമൊന്നും നോക്കരുത്. കാരണം അമ്മാതിരി വർത്താനാണ് ഇയാൾ പറഞ്ഞതും ഇത്രക്കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ജാമ്യം നൽകിയില്ലെങ്കിൽ ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിടുക. കാരണം പോലീസിന് കസ്റ്റഡിയിലേക്ക് വേണ്ട എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കായിരിക്കും ഇയാളെ പിന്നീട് മാറ്റുക. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.